Finder, please subscribe my channel. ഹായ്, ടേസ്റ്റ് ഫൈൻഡറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ചൂടത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കട വെയിറ്റ് ചെയ്യുന്നുണ്ട് സിദ്ദീഖ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഞങ്ങളോട് പോവാം. ഫോളോ ചെയ്യും. കമാ. റോട്ടിൻ്റെ പക്കത്തുള്ള ജ്യൂസുകൾ എത്തിക്കുന്നു ഇപ്പോൾ ടേസ്റ്റ് ഫൈൻഡർ. ഇതാണ് നേരത്തെ പറഞ്ഞ സിദ്ദീഖ. സിദ്ദീഖ ജ്യൂസിനെയും കയറിയിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദീഖയുടെ എന്ത് ഐറ്റംസാണ് ഇവിടുത്തെ വെറൈറ്റി എന്ന് ചോദിച്ചറിയണം. ഇവിടെ സുനാമി ഉണ്ട്, അതൊരു പ്രത്യേകത. കഴിഞ്ഞ എപ്പിസോഡിൽ സുനാമി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെ സുനാമി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കണം. ഇവിടെ എന്തൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സിദ്ദീഖ ജ്യൂസ് കൗണ്ടറിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. സർവത്തിൽ 5-6 ഐറ്റം ഉണ്ട്. മിൽക്ക് സർവത്ത്, ബൂസ്റ്റ് സർവത്ത്, ഹോർലിക്സ് സർവത്ത്, ബോൺവിറ്റ് സർവത്ത്, കുലുക്ക് സർവത്ത്, പിന്നെ പല ഐറ്റം സർവത്തുകളുണ്ട്. പിന്നെ സുനാമി, ചൊരണ്ടേസ്, പിന്നെ കുലുക്ക് സർവത്ത് തന്നെ സ്പെഷ്യലാണ്. ഫ്ലേവറൊന്നുമില്ല, നമ്മൾ ഫ്രഷ് അടിച്ചു കൊടുക്കുക. മുന്തിരി, ഓറഞ്ച്, ക്യാരറ്റ്, പച്ചമാങ്ങ, പൈനാപ്പിൾ, 4 ഐറ്റമാണ് സർവത്തുള്ളത്. ഫ്രഷ് അടിച്ചു കൊടുക്കുകയാണ്, അല്ലാതെ ഫ്ലേവർ വെച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല. സർവത്തായാലും ഫ്രഷ് സർവത്ത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സർവത്താണ്, അല്ലാതെ മറ്റേ കടകളിൽ നിന്ന് വാങ്ങുന്ന സർവത്തല്ല. കെമിക്കൽ ഐറ്റം ഒന്നുമില്ല. അതിന് ടേസ്റ്റ് പറഞ്ഞാലും നല്ല സാധനം കൊടുക്കുക, അതാണ് നമ്മൾ. അതുകൊണ്ട് കസ്റ്റമറുണ്ട്, പല സ്ഥലത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. റോട്ടിൻപക്കത്തെ ജ്യൂസുകളെ സിദ്ദീഖയുടെ പ്രത്യേകത പറഞ്ഞില്ല, ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത കൊടുത്തത്. അത് നമ്മുടെ കുലുക്കി സർവത്ത് നമ്മൾ പരിസര പ്രദേശങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് ഒക്കെ ആർട്ടിഫിഷ്യൽ കളറുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ബോട്ടിൽസ് ഇരിക്കുന്നത്, പച്ച, മഞ്ഞ, ചുവപ്പ്, മുന്തിരിയുടെ ഫ്ലേവർ, അതുപോലെ എന്തൊക്കെ പൈനാപ്പിളിൻ്റെ ഫ്ലേവേഴ്സ്, മാംഗോയുടെ ഫ്ലേവേഴ്സ് എന്നൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള എസൻസ് ഇരിക്കുന്നുണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. ഏത് ഫ്ലേവറാണ് വേണ്ടത്. ഇവിടെ മുസംബിയുടെ ഫ്ലേവർ ഉണ്ട്, ഓറഞ്ച് ഫ്ലേവർ ഉണ്ട്, ഇനിയിപ്പോൾ സപ്പോർട്ടാണെങ്കിൽ സപ്പോർട്ട ഉണ്ട്, അതുപോലെ അനാറിൻ്റെ ഫ്ലേവർ, മുന്തിരി ഫ്ലേവർ, അതുപോലെ പച്ചമാങ്ങ ഫ്ലേവർ ഉണ്ടായിരുന്നു. അതുപോലെ പച്ചമാങ്ങ മാംഗോ മാമ്പഴം ആവുന്ന കാലഘട്ടമായതുകൊണ്ട് പച്ചമാങ്ങ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റോക്കില്ല എന്നാണ് പറയുന്നത് പച്ചമാങ്ങ. അതുപോലെ മുന്തിരി ഫ്ലേവർ ഉണ്ട്, പിന്നെ കക്കരി, എന്താ ഫ്ലേവർ നമുക്ക് ആവശ്യപ്പെടുന്നത് അത് കിട്ടും. പിന്നെ മുസംബി ജ്യൂസ്, ഫ്രഷ് ജ്യൂസായിട്ട് മുസംബി ഓറഞ്ച് ജ്യൂസ് ഒക്കെ കിട്ടുന്നത്. അത് ഉപ്പിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് മുസംബി ജ്യൂസ് തരും, ഇനി മധുരമാണെങ്കിൽ മധുരമിട്ട് തരും. പിന്നെ ഇവിടെ സുനാമി എന്ന സാധനം ഉണ്ട്. ഇവിടെ സുനാമി ഭയങ്കര പ്രത്യേകത. നമ്മൾ മുമ്പത്തെ എപ്പിസോഡ് സുനാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ബീഫ് സുനാമി അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ ഈ സുനാമി ഉണ്ട്. അതൊന്നുമല്ല, നമ്മൾ നാരങ്ങ സോഡയിൽ പൈനാപ്പിൾ ഉപ്പിട്ടതിൻ്റെ, അതുപോലെ ബീട്രൂട്ട് ഉപ്പിട്ടതിൻ്റെ ഒക്കെ വെള്ളം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഭയങ്കര മുളകൊക്കെ അരിഞ്ഞിട്ട് നല്ല സ്പൈസി ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ സുനാമി വരുന്നത്. ഇപ്പോൾ പച്ചമാങ്ങ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. പച്ചമാങ്ങ എന്താ കുലുക്കി സർവത്തേക്ക് പച്ചമാങ്ങ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഫ്ലേവറായിട്ട്. അപ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒറിജിനൽ ഫ്ലേവറായിട്ട് നമുക്ക് ഒരു സാധനം കിട്ടുന്നതാണ്. സിദ്ദീഖ് വേറൊരു കാര്യം ഓർപ്പിച്ച്, ഈ തോട്ടിൻ്റെ പക്കത്ത് കട എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച ബാക്കിൽ ഒരു തോട് കാണുന്നുണ്ട്. ആ തോടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തോട്ടിൻ്റെ അക്കത്തെ കട എന്നുള്ളത് ജ്യൂസ് കട ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കുലുക്കി സർവത്തല്ല, സോറി, ഐസ് ചുരണ്ടി എന്ന് പറയുന്നുണ്ട്. ആ ഐസ് ചുരണ്ടി നമ്മൾ ഈ കോഴിക്കോട് ഭാഗങ്ങളെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ചില പ്രദേശങ്ങൾ കണ്ടുവരുന്നുണ്ട് ഐസ് ചുരണ്ടി. അപ്പോൾ ഐസ് ചുരണ്ടി ഒരു അതിന് മെഷീനറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രശ്നമായിട്ട് ഏതാ ഫ്ലേവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഫ്ലേവറിനനുസരിച്ച് ഉണ്ടാക്കിയത്.
കോഴിക്കോടൊക്കെ ഭാഗത്ത് കാണുന്ന ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന സാധനം ഐശ്വര്യം. നമ്മളൊക്കെ തന്നെ ആയി വരുന്നുള്ളൂ. ഐശ്വര്യം അവിടെ എന്താ പറയുക, വീട്ടിലുണ്ടാക്കുന്ന സർബത്തൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ട് ഗവൺമെൻറ് സർബത്തല്ലേ വീടാണ് ഇവിടെ തന്നെ മാത്രം. കഴിഞ്ഞു. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് കുറേ സർബത്ത് ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട്. കുൽഫി സർബത്ത്, മിൽക്ക് സർബത്ത്, ബൂസ്റ്റ് സർബത്ത്, ഓറഞ്ച് സർബത്ത്, ഹോർലിക് സർബത്ത്, ബോൺവിറ്റ സർബത്ത്, അങ്ങനെ കുറേ സർബത്ത് കാണുന്നുണ്ട്. അപ്പം അതിലിപ്പോൾ ഏത് കുടിക്കുന്ന അത് കൺഫ്യൂഷനാണ്. അതിന് മുമ്പ് മറ്റേ കുലുക്കി സർബത്ത് ഉണ്ടല്ലേ, നമുക്ക് കുലുക്കി സർബത്ത് അടിച്ചോ. കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ആർട്ടിഫിഷ്യൽ കളർ എല്ലാത്തും കാണുന്നത്. അത് കുലുക്കി സർബത്ത് നമ്മൾ പച്ചമാങ്ങ ഉണ്ടായിക്കോട്ടെ, പച്ചമാങ്ങയുടെ ഫ്ലേവർ. പച്ചമാങ്ങ കുലുക്കിയാണ് അടിപൊളി. ഉപ്പും മാങ്ങയുടെ പുളിയൊക്കെ അല്ലേ അടിപൊളി. എരിവുണ്ട്. അത് നാരങ്ങ സോഡ അതേ പെറ്റുണ്ട്. സോഡ ഗ്യാസ് ഇല്ലാന്നുള്ളൂ. സ്ഥലം പറയാൻ പറഞ്ഞിട്ടാണ്. ഇത് കുറ്റിപ്പുറം പുതുവന്നാനി ഹൈവേ, അതായത് എറണാകുളം പോകുന്നവർക്ക് എളുപ്പമാണ്. ഇപ്പോൾ കുറ്റിപ്പുറം പുതുവന്നാനി ഹൈവേയിലാണ്. ഹൈവേയിൽ ഈ സ്ഥലത്തിന് തണ്ടലം പന്തേപ്പാലം എന്ന് പറയും. ആ സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഓക്കെ ചമ്പ്രോട്ടം പാലത്തിൻ്റെ അവിടെ റൈറ്റിലേക്ക് ഒരു ഷോർട്ട് കട്ട് വരുന്നുണ്ട്. ആ തിരിയുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പുള്ളത്. തോട്ടിൻ്റെ അക്കത്തെ ജ്യൂസ് കാണാം. പന്തേപ്പാലം സ്ഥലത്തിൻ്റെ പേര് തണ്ടലം എന്ന് പറയും ചെയ്യും. എന്തായാലും കാണും, റോഡ് സൈഡിൽ ബോർഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തോട്ടിൻ്റെ അക്കത്തെ കട അതെല്ലാവരും ഓർമ്മിക്കുക ഈ റൂട്ടിൽ വരുന്നവരൊക്കെ. ഷോപ്പ് മറക്കണ്ട. പുതുവന്നാനി, അതെ കുറ്റിപ്പുറം പുതുവന്നാനി ഹൈവേയിൽ. പറയാം 4ാമത്തെ ഐറ്റം കുടിക്കാൻ പോകും. വയറത് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഒരു ബൂസ്റ്റ് നമുക്ക് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് കൂടി നോക്കട്ടെ. അടിപൊളി ജ്യൂസ്. ഇത് ബൂസ്റ്റ്, അത് പാല്, സർബത്ത്, കസിനൊക്കെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഈ ചൂടുകാലത്ത് എന്താ പറയുക, ഇതിൽ ബൈക്കിലൂടെയൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ നല്ല ഭയങ്കര ചൂടാണ്. അതോടെ ഇവിടെ കയറിയാൽ പറ്റത്തില്ല. നല്ല തണലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഇതെന്താ പറയുക ഈ സ്ഥലത്തിന് പനമ്പ
ഈ പനമ്പേറ്റ് ഉണ്ടാക്കിയൊരു ഇതൊക്കെയാണ്. അതല്ല ചൂടൊന്നും വല്ലാതെ തള്ളൂല. ചില ഷീറ്റൊക്കെ ഇട്ട് ഭയങ്കര ചൂടുണ്ടല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പനമ്പുള്ള കാരണം. ഈ മുളയൊക്കെ ഉണ്ടാക്കുന്നുള്ളത് മുളക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചൂടും എല്ലാം ഉണ്ടാവില്ല. ഇവിടെ കയറി റെസ്റ്റ് എടുക്കുക, നല്ല സ്മൂത്തീസും നല്ല ജ്യൂസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി നല്ല ജ്യൂസ് മേക്കർ കൂടിയിട്ടാണ് സിദ്ധിക്ക് ഇവിടെ. ഇവിടെ സൗദിയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നാട്ടിൽ വന്നിവിടെ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നല്ല അടിപൊളിയായി ജ്യൂസ് ഉണ്ടാക്കി വരുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ എന്താ പറയുക, ഈ ശരീരത്തെ ചൂട് തണുപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ സിദ്ധിക്കാൻ്റെ തോട്ടിമക്കത്തെ ജ്യൂസ് കട ഉള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും ഇവിടെ എത്തുക, എല്ലാവരും ഇവിടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ അഭിപ്രായം പറയാം. വെറൈറ്റികൾ എന്താണെന്നുള്ളത് ഞാൻ സിദ്ധിക്കാടനെ ചോദിച്ചത്. സിദ്ധിക്ക പറഞ്ഞുതരും. ഞാൻ പറഞ്ഞിപ്പോൾ എന്തൊരു സാധനത്തിന് കുറവ് വേണ്ട. ഇവിടെ ഒരുപാട് ബോർഡ് ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ അവിൽ മിൽക്ക്, അതുപോലെ കുളിക്ക് സർവത്ത്, മിൽക്ക് സർവത്ത്, അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സിദ്ധിക്ക പറഞ്ഞു തരും. ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് പെട്ടെന്ന് അതിന് ഇൻഗ്രീഡിയൻസ് പറയാൻ കഴിയുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരികയും. ഏറ്റവും കൂടുതൽ മൂവിങ് ബൂസ്റ്റ് സർവത്ത്, കുലിക്ക് സർവത്ത്, അതുപോലെ ചെറിൻഡേസ്, സ്പെഷ്യൽ അവൽ മിൽക്ക്, ഹോർലിക് സർവത്ത്, ബോൺവിറ്റ സർവത്ത്, പിന്നെ ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, ഷേക്ക് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഷേക്കിൽ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി ഒക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും പൗഡറാണ്. നമ്മളത് ഫ്രഷ് സ്ട്രോബെറി ആയിട്ട് അടിച്ചു പോകും. സ്ട്രോബെറി ഫ്രഷ് അടിച്ചു പൗഡർ എന്ന് പറയും. പൗഡർ ഉണ്ടാവും കൂടുതലായിട്ട്. ഇതാണ് സാധനം, സ്ട്രോബെറി ഫ്രഷ്. പിന്നെ വേറെ ഒരു വെറൈറ്റി ഇത് ചെറിൻഡേസ്, പിന്നെ സുനാമി. ബിരിയാണിയൊക്കെ കഴിച്ചു വന്നാൽ ഒന്ന് സുനാമി നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ സുനാമി പറഞ്ഞിട്ടുണ്ട്. അത് സുനാമിയാണ്. ഇതിവിടെ സോഡായിട്ടുള്ള സുനാമി. വേറെ പിന്നെ ഉപ്പിലിട്ട അങ്ങനെ ഐറ്റംസ് അതും മറ്റേ ഐറ്റംസൊന്നുമില്ല. അല്ലാതെ ബാറ്ററി വാട്ടർ അങ്ങനത്തെ ഒരു പരിപാടി. കുറച്ച് ടേസ്റ്റ് കുറയും ആണ്. ബാറ്ററി വാട്ടർ ഉപയോഗിക്കുന്നു അല്ലേ? അത് ഈ വെള്ളം മാറ്റക്കേട് കണ്ടിരിക്കാൻ. പിന്നെ അവിൽ മിൽക്ക് സ്പെഷ്യൽ സാധനം അവിൽ മിൽക്കാണ്. ഐസ്ക്രീമൊക്കെ കിട്ടുന്ന അവിൽ മിൽക്കാണ്. ഇവിടെ നേരത്തെ വന്നപ്പോൾ ഒരു ഏട്ടൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ കഴിക്കേണ്ട അവിൽ മിൽക്കും കഴിക്കുന്നു. പക്ഷേ അവിൽ മിൽക്ക് കൂടി കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറെന്ന് അറിയുന്നതുകൊണ്ട് എല്ലാം ജ്യൂസ് മേലാക്കി. ഞാൻ കുടിച്ചിവിടെ സുനാമി കുടിച്ച്, അതുപോലെ ജ്യൂസ് സർവത്ത് കുടിച്ച്, പിന്നെന്താ കുടിച്ച് ചെറിൻഡേസ് കഴിച്ച്, പിന്നെ കുലിക്ക് സർവത്ത് കുടിച്ച്. സിദ്ധിക്കാൻ്റെ തൽക്കാലം ഇവിടെ അങ്ങനെ എൻ്റെ ഈ റൂട്ടിലൊക്കെ പോകുന്ന ആളെ ഞാൻ. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കയറുന്നതാണ്. നിങ്ങൾ എല്ലാവരും കയറുക. സ്ഥലം മറക്കണ്ട. നമ്മുടെ കുറ്റിപ്പുറം പുതനാനി ഹൈവേയിൽ പന്തയപ്പാലം, അതായത് തണ്ടലം തമ്പ്രട്ടം പാക്കളി റോഡിൻ്റെ അടുത്തുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ റോഡ് സൈഡിൽ ഇതിന് ബോർഡുണ്ട്, തോട്ടിൻ്റെ അക്കത്തെ കട, ജ്യൂസ് കട. അത് മറക്കണ്ട. സിദ്ധിക്കാൻ്റെ അടുത്ത് തൽക്കാലം വിടുക അങ്ങനെ.